നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന കൗൺസിൽ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ രൂക്ഷമായ വിമർശനമാണ് CPI നേതാക്കൾ ഉന്നയിക്കുന്നത്. സർക്കാരും മുന്നണിയുമെല്ലാം ഒരാളിലേക്ക് ചുരുങ്ങിയതിന്റെ അപകടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് കാരണമെന്ന് CPI സംസ്ഥാന കൗൺസിൽ വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് കൺവീനർ EP ജയരാജനുമാണ് കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണം പിണറായി വിജയനെ കേന്ദ്രീകരിച്ചായിരുന്നു. അതും ദോഷകരമായി ഭവിച്ചു. തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി രാഷ്ട്രീയ ജാഥ ആയിരുന്നു നടത്തേണ്ടിയിരുന്നത്. അതുണ്ടാകാത്തത് രാഷ്ട്രീയ പ്രചരണത്തെ ബാധിച്ചുവെന്നും സംസ്ഥാന കൗൺസിലിൽ അഭിപ്രായമുണ്ടായി. അതുപോലെ EP ജയരാജൻ ഇടതുമുന്നണി കൺവീനറായിരിക്കാൻ അർഹനല്ല. ജയരാജന്റെ സമീപനം മുന്നണിയെ വഞ്ചിക്കുന്ന ഒന്നായി മാറിയെന്നും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് ജയരാജനെ മാറ്റണമെന്ന് ആവശ്യപ്പെടാതിരുന്നത് പാർട്ടി നേതൃത്വത്തിനുണ്ടായ വലിയ പരാജയമാണെന്നും അഭിപ്രായമുണ്ടായി. ലതാദേവി, മങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് EP ജയരാജനെതിരെ ഇത്തരത്തിൽ നിലപാടെടുത്തത്. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. എല്ലാം താനാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയത് ജനങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്നും അകറ്റി. സർക്കാരിന് കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്ന ബോധം ഇല്ലാതെയായി. പിണറായി വിജയന്റെ ശൈലി മാറ്റുക പ്രായോഗികമല്ല. കാരണം പിണറായി വിജയൻ അങ്ങനെയാണ്. ഇത്തരത്തിലായിരുന്നു മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വിമർശനം. അതുപോലെ നവകേരള സദസ്സ് വൻ പരാജയമായിരുന്നുവെന്നും അതുകൊണ്ട് ജനങ്ങളുടെ വെറുപ്പ് മാത്രമേ സമ്പാദിക്കാൻ കഴിഞ്ഞുള്ളൂ. നവകേരള സദസ്സിന് പകരം ഇടതുമുന്നണി ഒരുമിച്ച് ഒരു പ്രചരണ ജാഥയാണ് നടത്തിയിരുന്നതെങ്കിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടായേനെ. ക്ഷേമ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ യാത്ര വലിയ ധൂർത്തായിരുന്നുവെന്ന് ജനങ്ങൾ കരുതിയിട്ടുണ്ടെന്നും വിമർശിക്കുകയുണ്ടായി. അതുപോലെ തൃശൂർ മേയർ MK വർഗീസിനെ മാറ്റണമെന്ന് കൗൺസിലും ആവശ്യമുന്നയിച്ചിരുന്നു. ആവശ്യമുന്നയിച്ച് മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകണമെന്ന തൃശൂരിൽ നിന്നുള്ള കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മറ്റു ജില്ലയിലുള്ളവരും ഈ ആവശ്യത്തെ പരിഗണിക്കുകയായിരുന്നു. മേയറുമായി ഇനിയും മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലാണ് നേതാക്കൾ. BJPയെയും സുരേഷ് ഗോപിയെയും പിന്തുണയ്ക്കുന്നു എന്നതാണ് തൃശൂർ മേയർ MK വർഗീസിനെതിരെയുള്ള കുറ്റം.